ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ബ്രിക്ക് വർക്ക് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ നമുക്ക് ഇന്നും ഒരു മേസ്ത്രിയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യം ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഇപ്പോൾ നമ്മൾ ഏകദേശം ഫസ്റ്റ് ദിവസം നല്ലൊരു വർക്കായിരുന്നു ചെയ്തത്. അത്യാവശ്യം പറ്റുന്ന രീതിയിൽ നമ്മൾ നല്ലൊരു വർക്ക് അവിടെ ചെയ്തു. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇന്നും ഒരു മേസ്ത്രി 2 ഹെൽപ്പറാണ് ഉള്ളത്. അപ്പോൾ 1-2 പേര് എൻ്റെ അടുത്ത് കമൻറ്റ് ഇട്ട് അതിൽ ചോദിച്ചു, ഒറ്റയ്ക്ക് ചെയ്യുന്നതാണോ ഇഷ്ടം എന്ന് ചോദിച്ചു. അപ്പോൾ അത് ഞാൻ ആദ്യം ഒന്ന് ക്ലിയർ ചെയ്തുതരാം. ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല ഇഷ്ടം. കാരണം കൂടെ ഒരാളുണ്ടെങ്കിൽ നമുക്കത് വലിയൊരു സഹായമായിരിക്കും. അത്രയും കഷ്ടപ്പെടണ്ട, ഒറ്റയ്ക്ക് അത്രയും കിടന്ന് വർക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല. പിന്നെ നമ്മളൊരു വർക്ക് തുടങ്ങുമ്പോൾ ക്ലയൻറ്റ് പറയും, നിങ്ങൾ സാവകാശം ചെയ്താൽ മതിയെന്ന് പറയും. വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ക്ലയൻറ്റ് പറയണ മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രയും പെട്ടെന്ന് തീർത്ത് തരണേ, എത്രയും വേഗം തീർത്ത് തരണേ, ഇന്ന ദിവസം കയറാൻ വേണ്ടി നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് 2-3 സൈറ്റിൽ വർക്ക് നടക്കുന്നതുകൊണ്ട് ഈ സൈറ്റുകളെല്ലാം അവർ ക്ലയൻറ്റിന് അർജൻറ്റാണ്, അതായത് പെട്ടെന്ന് തീർത്ത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞാൻ ഒറ്റയ്ക്ക്, ബാക്കിയുള്ള സൈറ്റിൽ ബാക്കിയുള്ള പണിക്കാരൊക്കെ നിൽക്കുന്നു. അപ്പം ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു. പിന്നെ ഒറ്റയ്ക്കാണെങ്കിലും നമുക്ക് ഒറ്റയ്ക്കാണോ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ അത് നോക്കേണ്ട ആവശ്യമില്ല. ജോലി ചെയ്യാനുള്ള മനസ്സുണ്ടോ, എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഒറ്റയ്ക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് നിന്നെന്നും പറഞ്ഞ് നമ്മുടെ ക്ലയൻറ്റിന് ഒരു നഷ്ടം വരാൻ പോകുന്നില്ല, ഒരു നഷ്ടം വരുത്തില്ല. കാരണം നമ്മൾ മാക്സിമം നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, വേറൊരാൾ പറഞ്ഞു, ഇത് നമ്മൾ ഹോളോ ബ്രിക്സ് എന്ന് വെച്ചാൽ സോൾട്ട് കല്ലാണ്, അതായത് ഹോളില്ലാത്ത താബൂക്കാണ്. അപ്പോൾ ഈ താബൂക്ക് കല്ലെന്നൊക്കെ പറയുമ്പോഴേ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് മനസ്സിലാവത്തുള്ളൂ. ഈ സോളിഡ് കല്ലെന്നൊക്കെ പറയുമ്പോൾ അത് പെട്ടെന്ന് ആർക്കും മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഹോളോ ബ്രിക്സ് എന്ന് പറയുന്നത്. കാരണം ഞങ്ങളിവിടെ തിരുവനന്തപുരത്ത് കൂടുതലും ഇതിനെ പറയുന്നത് താബൂക്ക് കല്ലെന്നാണ്. അപ്പോൾ താബൂക്ക് കല്ലെന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് മനസ്സിലാവും, ചില ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല. അല്ലെങ്കിൽ ഹോളോ ബ്രിക്സ് എന്ന് പറയും. ഹോളോ ബ്രിക്സ് ഹോളുള്ളത് മാത്രം ഹോളോ ബ്രിക്സ് എന്നല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഹോളോ ബ്രിക്ക് വെച്ച് കെട്ടുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഹോളുള്ള കല്ലല്ല, ഇത് നിറത്താബൂക്കാണ്. നമ്മളിവിടെ പറയുന്നത് നിറത്താബൂക്ക് എന്നാണ് പറയുന്നത്, സോളിഡ്. അപ്പോൾ ഞങ്ങളിപ്പം ഫ്രണ്ട് കട്ടളായ ഈ സൈഡിലും കെട്ടി മാക്സിമം ഇന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വർക്ക് തീർക്കാൻ നോക്കണം. അപ്പോൾ ഇവിടെ കുറച്ച് മണ്ണ് ഇടാനുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഹെൽപ്പറെ നിർത്തി ഞങ്ങളത് കംപ്ലീറ്റ് മണ്ണ് ഇട്ട് ഒരു സൈഡ് നമ്മൾ കൈത്തല പോലെ കെട്ടി പൊക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ചാരം കെട്ടാൻ സ്റ്റാൻഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ വീട്ടിൽ കിടന്ന് 2 മേശ, ഒരു ഇരുമ്പിൻ്റെ മേശയും ഒരു തടിയുടെ മേശയും, ഈ 2 മേശയുടെ മുകളിലാണ് കുറച്ച് കാറ്റാടിയുടെ കഴയിട്ട് കയറ് കെട്ടിയാണ് ചെയ്യുന്നത്. കാരണം ഇനി ചാരം അതായത് ഹൈറ്റ് വെച്ച് കെട്ടി വരുമ്പോൾ ഒരുപാട് സമയമെടുക്കും. അതുമല്ലാതെ അതിനുള്ള സാധനം ഇവിടെ വന്നിട്ടില്ല. കാരണം 2 ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് ഷട്ടറിങ്ങിൻ്റെ വർക്കുകാർ ആ സാധനങ്ങൾ കൊണ്ട് വരുത്തുള്ളൂ. അപ്പോൾ നമുക്ക് 2 ദിവസം വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ മേശയൊക്കെ എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് ചെയ്യുന്നത്. കാരണം നമ്മൾ മാക്സിമം ചെയ്യുമ്പോൾ ഇപ്പോൾ 2 മേസ്ത്രി ഉണ്ടെങ്കിൽ 2 സൈഡിലായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് നൂല് പിടിച്ച് ഒറ്റ ഏറ്റിനെ കെട്ടി തീർത്ത് പോകാൻ പറ്റും. പക്ഷേ ഒരാളാണ് നിൽക്കണമെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചതെന്ന് വെച്ചാൽ ഞങ്ങളുടെ സൈറ്റിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ വർക്ക് ചെയ്യും. കാരണം ഫസ്റ്റ് ദിവസം നല്ല രീതിയിൽ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ വർക്ക് ഞങ്ങൾ ചെയ്തു. അപ്പോൾ ആ വർക്ക് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ഹൈറ്റൊന്നുമില്ല, തറയിൽ നിന്നാണ് നമ്മൾ വർക്ക് ചെയ്തത്. പക്ഷേ നമ്മൾ ഈ ഹൈറ്റിൻ്റെ മേളിൽ കയറി ഹോളോ ബ്രിക്സ് കെട്ടുമ്പോൾ, താബൂക്കല്ല് കെട്ടുമ്പോൾ നമുക്ക് ആ ഒരു വർക്ക് നടക്കില്ല. കാരണം അത്ര വർക്കേ നടക്കത്തുള്ളൂ. കാരണം താഴെ നിന്ന് നമ്മൾ ഒരു 250 കല്ല് കെട്ടുമെങ്കിൽ നമ്മൾ ഈ ഹൈറ്റിൻ്റെ മുകളിൽ നിന്ന് കെട്ടുമ്പോൾ ചിലപ്പോൾ ഒരു 100 കല്ല്, 200 കല്ല്, ചിലപ്പോൾ ഒരു 180, 150 ആ ഒരു റേഞ്ചിലായിരിക്കും നമുക്ക് കല്ല് കെട്ടാൻ പറ്റുന്നത്. അപ്പോൾ ചില ക്ലയൻറ്റ് വിചാരിക്കുന്നത് ഫസ്റ്റ് ദിവസം നല്ല വർക്ക് നടന്നു, സെക്കൻഡ് ദിവസം വർക്ക് നടന്നില്ല എന്ന് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്നുന്നതാണ്. പക്ഷേ അതിൻ്റെ ശരിക്കും ഉള്ള ഇതെന്ന് പറഞ്ഞാൽ അത് ചെയ്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. കാരണം മാക്സിമം നമ്മൾ പറ്റുന്ന രീതിയിൽ നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കും. അതിപ്പോൾ നമ്മൾ ലേബർ റേറ്റ് ആയിരുന്നാലും നമ്മൾക്ക് റേറ്റിനായിരുന്നാലും ശമ്പളത്തിന്, അതായത് ഡെയിലി റേറ്റിനായിരുന്നാലും നമ്മളെ കൊണ്ട് മാക്സിമം എങ്ങനെയാണോ ആ രീതിയിൽ ഞങ്ങൾ നല്ല നീറ്റായിട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ പ്ലാസ്റ്ററിങ് ചെയ്യാൻ നേരത്ത് ഒരു വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ 2 സൈഡിലും കല്ല് നല്ല തൂക്കി ലെവൽ ചെയ്ത് വെച്ചിട്ട് നൂല് പിടിച്ചേ കല്ല് കെട്ടാറുള്ളൂ. പിന്നെ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നതെന്ന് വെച്ചാൽ ഈ ബാത്റൂം കെട്ടാണ്. അതായത് ഇടച്ചവരൊക്കെ കെട്ടുമ്പോൾ നമുക്ക് 2 മേസ്ത്രി ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സഹായമായിരിക്കും. കാരണം ഒരാളാണ് നിൽക്കണമെങ്കിൽ നമ്മൾ എല്ലാ സൈഡിലും കറങ്ങി കെട്ടേണ്ടി വരും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്കിവിടെ വന്നിട്ടുള്ളൂ.
പക്ഷേ എന്നാലും തെറ്റില്ലാത്ത രീതിയിൽ ഞാൻ അവിടെ ചെയ്തു. ഇപ്പം ഈ ഹോളോ ബ്രിക്ക് നമ്മൾ ബാത്റൂമിൻ്റെ ചുമര് കെട്ടുന്നതെന്ന് വെച്ചാൽ 4 ഇഞ്ചിൻ്റെ കല്ല് വെച്ചാണ് കെട്ടുന്നത് കേട്ടോ. അപ്പോൾ 4 ഇഞ്ചിൻ്റെ കല്ല് വെച്ച് കെട്ടുമ്പോൾ നമുക്ക് 2 സൈഡിൽ 4 ഇഞ്ച് കൊടുക്കുമ്പോൾ 2 ഇഞ്ച് ഗ്യാപ്പ്, അതായത് 2 ഇഞ്ച് സ്പേസും കൂടി നമുക്ക് അതിൻ്റെ ബാത്റൂമിൻ്റെ ഉള്ളിൽ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ 4 ഇഞ്ച്, കാരണം ഇതിൽ മെയിൻ ലോഡ് വരുന്ന ചുമരല്ല. അപ്പോൾ മെയിൻ ലോഡ് വരുന്ന ചുമരെന്ന് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് 6 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബാത്റൂമിൽ ഞങ്ങൾ 2 ചുമരും 4 ഇഞ്ചിൻ്റെ കല്ലും നടുക്ക് ഒരു വെൻറ്റിലേഷനും. അപ്പോൾ ആ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ ഒരു ഹൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഇപ്പം സെക്കൻഡ് ദിവസം നമ്മൾ ഇത്രയും കെട്ടി തീർത്തു. ഇവിടെ ഒരു ജനൽ 3 പാളിയുടെ ജനലും വെച്ചു. ഏകദേശം നമ്മൾ 6-7 വരിയോളം കംപ്ലീറ്റും കെട്ടിപ്പൊക്കി. അപ്പോൾ ഇനി നമ്മൾ കണക്കൂട്ടലെന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് മട്ടമാകും എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. ഞാൻ ഒരു മേസ്തിരി നിന്നാലും ഒരു ദിവസം കൊണ്ട് സുഖമായിട്ട് തീരും. 2 മേസ്തിരി നിന്നാൽ ഒരു ഉച്ചയാകുമ്പോൾ കൊണ്ട് വർക്ക് തീരും. അപ്പോൾ ഇത് കംപ്ലീറ്റ് നമ്മൾ കെട്ടി തീർത്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് കംപ്ലീറ്റ് കെട്ടി മട്ടമാക്കി ലെവൽ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 10 വരി ഹൈറ്റാണ് വന്നിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ അറിയാം 10 വരി. അപ്പോൾ ഇനി ഇതിൻ്റെ പുറത്തുനിന്ന് നോക്കുമ്പം നിങ്ങൾക്ക് കാണാം ഭയങ്കര ഹൈറ്റാണ്. കാരണം ബേസ്മെൻറ്റ് ഞങ്ങൾ അത്രയും ഹൈറ്റ് കൂട്ടിയ ഫൗണ്ടേഷൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും ഹൈറ്റുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ വീഡിയോയുടെ ലിങ്ക് ഞാൻ എൻ്റെ ഈ ചാനൽ താഴെ കൊടുക്കുന്നതാണ്.